പണ്ടാരോ ഒരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസ് നന്നാവില്ല. ഗാന്ധിജി പറഞ്ഞു കോൺഗ്രസിനെ പിരിച്ചുവിടണം, ഇതൊരു സാമൂഹ്യ സംഘടനയായി നിന്നാൽ മതി, അല്ലാതെ രാഷ്ട്രീയ സംഘടനയായാൽ തമ്മിൽ പോലും കുത്തിത്തിരിപ്പുമായിരിക്കും ഉണ്ടാവുക. രാഷ്ട്രീയമായി ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷികൾക്ക് ആൻറ്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലും ശബരിമല സംഗമം നടത്തിയ കാര്യത്തിലും ഇപ്പോൾ മോഷണത്തിൻ്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഒരു ആൻറ്റി ഇൻകംബൻസ് ഡെവലപ്പ് ചെയ്ത് കിടപ്പുണ്ട് കേരളത്തിൽ. പക്ഷേ അത് വലിയ തോതിലല്ല, വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, എങ്കിലും ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അതിന് രാഷ്ട്രീയ അനുകൂലമായി മാറ്റിയെടുക്കുന്നതിന് പകരം ഇപ്പോഴും കോൺഗ്രസ് ഗ്രൂപ്പുകളെയും അവരുടെ വ്യക്തി താല്പര്യങ്ങളും വ്യക്തിപൂജകളും വിഗ്രഹാരാധനയുമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാനൊന്നുമല്ല ഇത് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളെ രാവിലെ ഏതെങ്കിലും ചാനലിൽ ഇരുന്നു കൊണ്ട്, ഡിജിറ്റൽ ചാനലിൽ ഇരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞതുകൊണ്ട് അവർ നന്നാവുകയില്ല, നമുക്ക് ശത്രുക്കൾ കൂടുകയുള്ളൂ, ഒരു കാര്യമില്ല. എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയേണ്ടി വരുന്നു, സമൂഹത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു. 2-3 വിഷയങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, OJ ജനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് വളരെ ഡൈനാമിക്കായിട്ടുള്ള, വളരെ മിടുക്കനായിരുന്ന, എല്ലാ ചാനലുകളിലൊക്കെ വന്ന് വലിയ പബ്ലിസിറ്റിയൊക്കെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ട് സ്വകാര്യ ജീവിതത്തിലുണ്ടായ കുഴമ്പനായ ഒരു ലൈനിലേക്ക് പോയി അവസാനം അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെയാണ് OJ ജനീഷ് എന്ന് പറയുന്ന മറ്റൊരാൾ ആയത്. ഇത് KC വേണുഗോപാലിൻ്റെ നോമിനിയാണ് എന്നാണ് ഒരു വാദം. A ഗ്രൂപ്പും KC വേണുഗോപാലും എല്ലാം കൂടി കളിച്ചാണ് ഇത് വച്ചിരിക്കുന്നത്. അതുപോലെ ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന അത്ര പ്രസക്തനല്ലാത്ത, പ്രശസ്തിയില്ലാത്ത ഒരാളിനെ വലിയൊരു പദവി, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ ഒരു പദവിയും കൊടുത്ത് ബിനു ചുള്ളിയിലിനെ വച്ചിട്ടുണ്ട്. അബിൻ വർക്കിയെയും KSUവിൻ്റെ പഴയ പ്രസിഡന്റ് അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരാക്കി. അവർക്ക് ദേശീയ സെക്രട്ടറിമാരാകണ്ട, കേരളത്തിൽ നിന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവരുടെ വിഭാഗത്തിൽ നിന്ന് എടുത്തു എന്നൊരു പരാതിയുമുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് തൻ്റെ പ്രതിഷേധം പറയാൻ അബിൻ വർക്കി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. അതിന് നല്ലതിനാണോ ചീത്തയാണോ എന്നറിയില്ല, എന്തായാലും പൊട്ടിത്തെറിയാണോ രാജിവെക്കാനാണോ എന്താണെന്നറിയില്ല. അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളെ കാണും 10 മണിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും അങ്ങനെ പ്രത്യക്ഷമായി മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധേയത്വമുള്ള ആളല്ല. സത്യസന്ധമായി പരിശോധിച്ചാൽ ഈ OJ ജനീഷാണോ കൂടുതൽ അർഹൻ, അതോ ബിനു ചുള്ളിയിലാണോ അർഹൻ, അതോ അബിൻ വർക്കിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അബിൻ വർക്കി ഏത് ജാതിയാണെന്നോ മതമാണെന്നോ ഒന്നുമല്ല വിഷയം, നമ്മുടെ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ചാനൽ ചർച്ചകളിലായാലും സമരങ്ങളിലായാലും പോലീസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലായാലും ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലായാലും അബിൻ വർക്കി എന്ന പേര് കേരള സമൂഹത്തിലുണ്ട്. ശക്തമായ നേതാവാണ്, നന്നായി പ്രസംഗിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അബിൻ വർക്കി അങ്ങനെയുള്ള ഒരാളിനെ അല്ലേ ആക്കേണ്ടത്. ഞാൻ അബിൻ വർക്കിയെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനല്ല, എനിക്ക് അതൊരു ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ പൊതുരംഗത്ത് നിന്ന് മാറി നോക്കുമ്പോൾ അബിൻ വർക്കിയെ എന്തുകൊണ്ട് പ്രസിഡൻ്റ് ആക്കിക്കൂടാ? യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അബിൻ വർക്കി അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്ത് ദേശീയ സെക്രട്ടറിയായിട്ട് ബിനു ചുള്ളിയലിനെ കൊണ്ടുപോകാം, അതുപോലെ ദേശീയ സെക്രട്ടറിയായിട്ട് OJ ജനീഷിനെ കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. പക്ഷേ അതിന് പകരം ദേശീയ തലത്തിലാകുമ്പോൾ വലിയ തർക്കമില്ല. ഇനി പണ്ട് രമേശ് ചെന്നിത്തലയെ NSUവിൻ്റെയൊക്കെ പ്രസിഡൻ്റാക്കിയ പോലെ ദേശീയ തലത്തിലുള്ള വലിയ പോസ്റ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ OJ ജനീഷിനെ കൊണ്ടുപോയാലും KC വേണുഗോപാൽ വിചാരിച്ചാൽ നടക്കുന്നതാണ്. തമിഴ്നാടിൻ്റെയോ കർണാടകയോ മറ്റ് സ്റ്റേറ്റുകളുടെയൊക്കെ ചുമതലയൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൊടുത്തത് കൊണ്ട് ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല, പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുമ്പോൾ അല്ലെങ്കിൽ മാറ്റപ്പെടുമ്പോൾ അത്ര തന്നെ ഡൈനാമിക്കായിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരുമ്പോഴല്ലേ യൂത്ത് കോൺഗ്രസിന് ആവേശവും ഒരു എന്താ പറയുക സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അതിവിടെ നടന്നില്ല. വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് നടക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ഈ I ഗ്രൂപ്പുകാർക്കുണ്ട്. അവരത് പരസ്യമായി പ്രകടിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം പഴയ കാലമല്ല. ദീപാ മുൻഷി എന്ന് പറയുന്ന മേഡം ഇവിടെ കേരളത്തിലുണ്ട്, അവർ ഇത് പലത് ശ്രദ്ധിക്കുന്നു. KC വേണുഗോപാലിന് വലിയ അപ്രമാദിത്വമാണ് ഡൽഹിയിൽ കിട്ടിയിട്ടുള്ളത്. ദേശീയ AICCയുടെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ ഒരു അപ്രമാദിത്വം KC വേണുഗോപാലിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സോണിയാഗാന്ധിയുടെ അടുത്തും മല്ലികാർജ്ജുന ഖാർഗെയുടെ അടുത്തും
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ വലിയ സ്ഥാനമാണ് കെ സി വേണുഗോപാലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല രമേശ് ചെന്നിത്തല വിചാരിച്ചാലോ അല്ലെങ്കിൽ കെ മുരളീധരൻ വിചാരിച്ചാലോ പഴയ ഈ ഗ്രൂപ്പുകാരൊക്കെ വിചാരിച്ചാലോ ഒന്നും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ അവർക്ക് അതൃപ്തിയുണ്ട്. എന്തിനാണ് എല്ലാവരുടെയും അതൃപ്തി പിടിച്ചു പറ്റിക്കൊണ്ട് സ്ഥാനമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് എന്നാണ് രാഷ്ട്രീയത്തിൽ ഒരു മെരിറ്റ് വരുന്നത്. രാഷ്ട്രീയത്തിൽ താഴെ തലങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച് മുകൾ തലങ്ങളിൽ വരുന്നൊരു മെരിറ്റോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നേരിട്ട് വരും. കുറേ ആളുകൾ ഇപ്പോൾ ശശി തരൂരൊക്കെ അങ്ങനെ വന്ന ആളുകളാണ്. എങ്ങനെ ആയാലും ഇതിനകത്തൊരു മെരിറ്റ്, ഒന്നുകിൽ പ്രൊഫഷണലിസത്തിൻ്റെ മെരിറ്റ്, അല്ലെങ്കിൽ മറ്റനുഭവ സമ്പത്തുകളുടെ മെരിറ്റ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ മെരിറ്റ്, അങ്ങനെ യാതൊരു മെരിറ്റുമില്ലാതെ ആളുകളെ കുത്തിത്തിരികി വയ്ക്കുന്നത് ശരിയല്ല. OJ ജനീഷിനേക്കാൾ എന്തുകൊണ്ടും അർഹൻ അബിൻ വർക്കിയാണ്. പക്ഷേ അബിൻ വർക്കിയെ എന്തുകൊണ്ട് ആക്കിയില്ല എന്നൊരു ചോദ്യം രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനോ ഒക്കെ ചോദിക്കുന്ന അവിടെ നിൽക്കട്ടെ, പൊതുസമൂഹത്തിൽ നിന്നും വരുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. OJ ഇന്ന് 10 മണിക്ക് അബിൻ വർക്കി പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ OJ ജനീഷ് എന്ന് പറയുന്ന ഇപ്പോൾ നിയുക്തനായിട്ടുള്ള പ്രസിഡന്റ് പറഞ്ഞത് അത് പാർട്ടി തീരുമാനിക്കട്ടെ ആരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയമാണുള്ളത്. ഈ KSUവിലും യൂത്ത് കോൺഗ്രസിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം അതേപടി കോൺഗ്രസിലും പകരുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ശാപമാണ്. മെരിറ്റിന് ഒരു സാധ്യതയില്ലാത്ത സ്ഥലമായി കോൺഗ്രസ് നിൽക്കുന്നത്. അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു കുറവുമുണ്ട് അവിടെ. സ്വാഭാവികമായിട്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവുമുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ്സിലെങ്കിലും KSUവിലെങ്കിലും മഹിളാ കോൺഗ്രസ്സിലെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും കൂടുതൽ മെരിറ്റ് നോക്കി ആളുകളെ എടുക്കേണ്ടതുണ്ട്. നിയമസഭാ ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഷമാ മുഹമ്മദും ദീപ്തി വർഗീസും അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ വലിയ പരാതി പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ വലിയ പരാതി വന്നിട്ടുണ്ട്, കണ്ണൂർ പരാതി വന്നിട്ടുണ്ട്. വനിതകൾക്ക് സീറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ഒരുപാട് ഒത്തുതീർപ്പുകൾക്ക് പോകേണ്ടി വരുന്നു. വനിതകൾ ഒരു ഒത്തുതീർപ്പെന്ന് പറയുമ്പോൾ അതിന് അർത്ഥം മാറും, വേറെ അർത്ഥത്തിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായും വളരെ കൃത്യമായ മെരിറ്റ് വരുന്ന ഒരു രാഷ്ട്രീയം എന്നാണ് ഉണ്ടാവുക. ആദർശ രാഷ്ട്രീയത്തെക്കുറിച്ച് VD സതീശൻ വല്ലാതെ വേവലാതിപ്പെടുമല്ലോ, വല്ലാതെ ആവലാതി പറയുമല്ലോ. ആദർശ രാഷ്ട്രീയമാണ് വേണ്ടതെന്ന്. എങ്കിൽ സംഘടനയ്ക്കകത്ത് എന്തുകൊണ്ട് ഒരു ആദർശാത്മകമായ ഒരു മെരിറ്റോക്രസി അല്ലെങ്കിൽ ഒരു മെരിറ്റിന് അവസരം കൊടുക്കുന്ന കാലം വരാത്തത്? അവിടെ പട്ടികജാതിയെന്നോ വനിതയെന്നോ നായരെന്നോ നമ്പൂതിരിയെന്നോ ഈഴവനെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഈഴവനെന്നോ ഒരു പരിഗണനയും കൊടുക്കാതെ മെരിറ്റിന് പരിഗണന കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് വരും, അങ്ങനെയുള്ള KSU എന്ന് വരും, അങ്ങനെയുള്ള മഹിളാ കോൺഗ്രസ് എന്ന് വരും. അങ്ങനെയുള്ളൊരു കോൺഗ്രസ് ആരുടെ കാലത്ത് വരും? ആരാണ് ഇതൊക്കെ വരുത്താൻ സഹായിക്കുന്നത്?